ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്കൂളിൽ ലീവായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് ബിരിയാണി വെക്കാനുള്ള പാത്രം വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ഡാൽഡയും ഒഴിക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് മസാലക്കൂട്ട് ചേർക്കാം. മസാലക്കൂട്ട് നന്നായി ചൂടായതിനു ശേഷം വലിയ സബോള സ്ലൈസായി മുറിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആവുന്നവരെ സബോള നന്നായി വഴറ്റിയെടുക്കാം. സബോള ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് പച്ചമുളക് 4-5 ചേർക്കാം. ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴന്ന ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി വഴന്ന ശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എന്നിവയെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ശേഷം പുതിനയില ചേർത്ത് നന്നായി ഇളക്കാം. അതിനുശേഷം തൈര് ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ശേഷം നമുക്ക് കഴുകിയെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് സാൾട്ട് ടു ടേസ്റ്റ്. നന്നായി ഇളക്കിയ ശേഷം നമുക്ക് 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ 2 ചെറുനാരങ്ങ പിഴിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച ശേഷം 15 മിനിറ്റ് കുതിർത്ത് കഴുകി വാരി വെള്ളം കളഞ്ഞ ബസ്മതി റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മല്ലിയില മുകളിൽ തൂകി മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി. കൂടെ നമുക്കൊരു സാലഡ് കൂടെ തയ്യാറാക്കാം. അതിനുവേണ്ടി കുക്കുംബർ, ക്യാരറ്റ്, സബോള, മുളക്, തൈര് എന്നിവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി ഒരു സാലഡ് തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണിയും സാലഡും റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ഫ്രണ്ട്സ്.